നമ്മൾ 4-ാം ദിവസം ഇപ്പോൾ നമ്മൾ പഞ്ചാബിലെത്തിയിരിക്കുക. പഞ്ചാബിലെത്തി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പാടങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാൻ പറ്റും പഞ്ചാബിലെത്തി എന്നുള്ളത്. ഇത് ഉള്ളിയുടെ ചെടിയാണ്, ഉള്ളിച്ചെടി, ഉള്ളിയുടെ പാടമാണ് ഈ കാണുന്നത്. അതൊന്ന് വിചാരിച്ചു നോക്കുക, എത്ര ഏക്കർ കണക്കിന് ഈ പാടമുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തോരം കൃഷി ചെയ്താലാണ് ഇത്ര ഉള്ളി കിട്ടുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും വലിയ ഉള്ളിപ്പാടമാണേ. ഇവിടെ നല്ല തണുപ്പാണ്, അന്തരീക്ഷം നല്ല തണുപ്പുണ്ട്. അതുപോലെ നല്ല ഭംഗിയല്ലേ കാണാൻ. നമ്മൾ ആ ഉടുത്ത പഞ്ചാബ് എന്ന സിനിമയിലൊക്കെ കാണുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് സംഭവം കാണാനായിട്ട്. നമ്മൾ എന്താ പറയണ, കേരളത്തെ പറ്റി പുകഴ്ത്തുന്നതിനോടൊപ്പം പോലെ തന്നെ നമ്മുടെ പഞ്ചാബിനെ പറ്റി നമുക്ക് പുകഴ്ത്താൻ പറ്റുന്ന ഒരു സംഭവം, ഒരു 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 പ്രകൃതി സൗന്ദര്യം പഞ്ചാബിനുമുണ്ട്. അപ്പം നല്ല ഭംഗി കേട്ടോ കാണാൻ. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റ്, നല്ല തണുപ്പ്, നല്ല. ഞങ്ങൾ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി. ഈ ഇത്രയും ഭംഗി കണ്ടപ്പോൾ ഇതിനെ അവഗണിച്ച് നമുക്ക് ഇവിടെ ഒന്ന് നിർത്തി ഇതൊന്ന് കാണാതെ പോകാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് നമ്മളിവിടെ ഒന്ന് വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി ഇതെല്ലാം ഒന്ന് ക്യാമറയിൽ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി ഇറങ്ങിയതാണ്. വണ്ടി ഇപ്പം ഏകദേശം 3000 കിലോമീറ്റർ കഴിഞ്ഞു ഞങ്ങൾ നാട്ടിൽ നിന്ന് തുടങ്ങിയിട്ട്. ബോണറ്റ് ഒന്ന് പൊക്കി വെച്ച്, ബോണറ്റ് ഇപ്പോൾ വരെ ചൂടായിട്ടില്ല, ഇത്രയും ഓടിയിട്ടും ബോണറ്റ് ചൂടായിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ച് നോക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ചൂടായിട്ടില്ല. ഇത്രയും ഓടി വന്ന് ഇപ്പോൾ ഒന്ന് നിർത്തിയതേ ഉള്ളൂ. നമുക്ക് ഇത്രയും ഇപ്പം തന്നെ ഞങ്ങൾ കണ്ടിന്യൂസ് ഏകദേശം ഒരു 1000-700 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടും ഇപ്പോൾ ഇവിടെ എങ്ങും ചൂടില്ല. ചെറിയൊരു ചൂടേ ഉള്ളൂ, നമുക്ക് കൈ കൊണ്ട് തൊടാവുന്ന ഒരു ചൂടേ ഉള്ളൂ. വേറെ നമുക്കിങ്ങനെ പൊള്ളിപ്പോകുന്ന ചൂടോ ഒന്നുമില്ല. ബോണറ്റൊന്നും ചൂടായിട്ടില്ല. ഇതുണ്ട്, തണുത്തിരിക്കുന്നു ബോണറ്റൊക്കെ, നല്ല തണുപ്പ്. അപ്പോൾ അത്രയും പ്രകൃതിയും അത്രയും നല്ല തണുപ്പാണ്. അപ്പോൾ എനിവേ നമ്മൾ ഇത് എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് നമ്മളെവിടെ സ്റ്റേ ചെയ്യണേ? എവിടെ അഞ്ചോട്ടെ ഇന്ന് സ്റ്റേ ചെയ്യണേ? മണാലി. ഇന്ന് നമ്മൾ മണാലി കയറുവാണ്. പിന്നെ നമ്മൾ മണാലി കയറി, മണാലിയാണ് സ്റ്റേ. അപ്പോൾ ഇനി പോകുന്ന വഴിയിൽ ഇനിയിപ്പോൾ ഇവിടെ പെട്ടെന്ന് രാത്രിയാവും. ഇവിടെ പകല് കുറവാണ്, അതുകൊണ്ട് ഇനി നമുക്കധികം ലൈറ്റ് കിട്ടില്ല. പോകുന്ന വഴിയിൽ കുറച്ച് അധികം വിശേഷം നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി നമുക്ക് നിർത്തുന്നിടത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ നല്ല പ്രകൃതി സൗന്ദര്യം, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുവാണെങ്കിൽ ഇനിയും നിർത്തി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇനി അവിടെ നിന്ന് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മണാലി. അപ്പം നമ്മുടെ കൂടെ നിൽക്കുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. സൈനിങ് ഓഫ് ജിത്തുനാഥ്. താങ്ക് യു.